നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും കാത്തിരുന്ന നമ്മുടെ 10th പ്രിലിമിനറി റിസൾട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും ഈഗർലി എൻ്റെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു പ്രിലിംസ് റിസൾട്ട് എപ്പോൾ വരുമെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു മാർച്ച് ലാസ്റ്റ് വീക്ക്, അതായത് നമുക്ക് സാധാരണ പ്രിലിം റിസൾട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മാസത്തെ ഗ്യാപ്പൊക്കെ കിട്ടുന്നതാണ്. ഇപ്പം എന്താണ്ട് ഇന്ന് എത്രയാണ് ഡേറ്റ്? ഇന്ന് ഏപ്രിൽ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് എത്രയാണ്? ഏപ്രിൽ 9 ഏപ്രിൽ 8 മൈൻഡി വന്നത്, ഏപ്രിൽ 9. അപ്പൊ ഏപ്രിൽ 9 നമുക്ക് മെയ് 21 സെക്രട്ടേറിയറ്റ് OA എക്സാം, ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം ജൂൺ 21 അപ്പോൾ 1 മാസത്തെ ഗ്യാപ്പാണ് സെക്രട്ടേറിയറ്റ് OAയും ലാബ് അസിസ്റ്റന്റും. അതിനിടയ്ക്ക് വേറെയും കുറെ മെയിൻസ് ഉണ്ട്. ഇപ്പം ഇന്ന് തന്നെ റിസൾട്ട് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് OAയുടെ റിസൾട്ട് വന്നു, സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിന്റെ റിസൾട്ട് ഉണ്ട്, പിന്നെ പിയൂൺ, ഇതെല്ലാം ഈ 10th പ്രിലിംസിൽ പെടുന്നതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം മെയിൻ എക്സാം ഇനി വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈഗർലി വെയിറ്റ് ചെയ്തിരുന്ന സെക്രട്ടേറിയറ്റ് OAയും ലാബ് അസിസ്റ്റന്റുമാണ്. ലാബ് അസിസ്റ്റന്റ് പ്രിലിംസ് റിസൾട്ട് വന്നിട്ടില്ല, അത് ഡിസ്ട്രിക്ട് വൈഡ് ആണ്. ഇപ്പം എന്താണ് സെക്രട്ടേറിയറ്റ് OA എന്തായാലും വന്നിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് OAയുടെ. അപ്പൊ എന്റെ റിസൾട്ട് എന്തായെന്ന് അറിയാൻ കുറെ പേര്, എൻ്റെത് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എക്സാം, അതിന്റെ റിവ്യൂവും കാര്യങ്ങളും എൻ്റെ മാർക്കും എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പൊ എന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് പണ്ടായിരുന്നെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞു പോത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സൈഡിൽ കാണിക്കും, കാരണം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. ചുമ്മാ ലിസ്റ്റിലുണ്ടെന്ന് പറയാൻ ഒരു ലിസ്റ്റിലും ഇല്ലാന്ന്, അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. എന്താണ്, ഞാൻ എലിജിബിൾ ആയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ്. ഇന്ന് 3 റിസൾട്ടുകളാണ് വന്നത് എൻ്റെ അറിവില്. സെക്രട്ടേറിയറ്റ് OA റിസൾട്ട്, പിയൂൺ റിസൾട്ട്, പിന്നെ സ്റ്റോർ കീപ്പർ, ഈ 3 എണ്ണവും ഞാൻ എലിജിബിൾ ആയിട്ടുണ്ട്. ഇതുവരെ ഇന്ന് വന്നിട്ടുള്ള 3 ലിസ്റ്റുകളും ഞാൻ എഴുതിയിട്ടുള്ള 3 എണ്ണവും എലിജിബിൾ ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇനി ലാബ് അസിസ്റ്റന്റ് ആണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. ലാബ് അസിസ്റ്റന്റ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലാബ് അസിസ്റ്റന്റും. അപ്പം എന്തായാലും നമ്മൾ സെക്രട്ടേറിയറ്റ് OAയ്ക്ക് വലിയൊരു രീതിയിലെ കട്ട് ഓഫ് അല്ല, എല്ലാവരും 78, 80, 79, 75 കൂടുതലൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. സെക്രട്ടേറിയറ്റ് OAയുടെ എന്താണ് എലിജിബിലിറ്റി ലിസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത് 73.23 ആണ്. അപ്പം നോർമലൈസേഷൻ കിട്ടി എത്ര പേർക്കൊക്കെ നമുക്ക് അറിഞ്ഞൂടെ ഓരോ സ്റ്റേജിലും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4th സ്റ്റേജുകാർക്കായിരുന്നു എന്ന് തോന്നുന്നു ഏറ്റവും പാടായിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം അവർക്കൊക്കെ എന്താണ് നോർമലൈസേഷൻ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും 73.23, 75 എബോ ഒക്കെയാണ് ഞാൻ പ്രഡിക്ഷൻ കണ്ടിരുന്നത്. എന്താണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിന്റെ സെക്രട്ടേറിയറ്റ് OAയുടെ കട്ട് ഓഫ് ആയിട്ട് എന്തായാലും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 73.23 തരക്കേടില്ലാത്ത ഒരു കട്ട് ഓഫ് മാർക്കാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം, ഒരു സർപ്രൈസ് ആയിട്ടൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻ എക്സാം ഡേറ്റ് മെയ് 21 ഏകദേശം ഒരു 1.5 മാസമൊക്കെ കൂട്ടിയാൽ മതിയല്ലേ ഇനി. അതേപോലെ ലാബ് അസിസ്റ്റന്റ് ജൂൺ 21 അപ്പോൾ ഒരു 2-2.25 മാസം അല്ലേ. അപ്പം ഈ ഒരു കാലയളവിലേക്ക് ഇനി എനിക്കറിയാം കുറെ പേര് എലിജിബിലിറ്റി ലിസ്റ്റ് വന്നാലേ, അതായത് ഈ മാർക്കിങ്ങിന് ആയതുകൊണ്ടും ഈ നോർമലൈസേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടും പ്രിലിംസ് കടക്കുമോ ഇല്ലയോ എന്ന് ടെൻഷനിലിരുന്ന ഒരുപാട് പേര് ഇനിയും പഠിക്കാതിരുന്നവർ കാണും. പഠിച്ചു തുടങ്ങിയെങ്കിലും അത്ര അങ്ങ് കാര്യമായിട്ട് പഠിച്ചു തുടങ്ങാത്തവർ കാണും, നല്ല കാര്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിയവരും കാണും. അപ്പൊ ഈ കാറ്റഗറിയിൽപ്പെട്ട എല്ലാവരെയും സഹായിക്കാനായിട്ട് ഞാൻ 10th മെയിൻസ് ഫോക്കസ് ചെയ്ത്, നിങ്ങൾക്കറിയാം ഞാനും 10th മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ അതേ രീതിയിലുള്ള ഒരു ആത്മാർത്ഥത എൻ്റെ ഭാഗത്തു നിന്നും കാണും. കാരണം ഞാൻ നിങ്ങളെ എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രമാണ് ഞാനും പഠിക്കുന്നത്. അപ്പൊ എൻ്റെ കാര്യവും എനിക്കും നന്നായിട്ട് പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങളെയും ഞാൻ നന്നായിട്ട് പഠിപ്പിക്കണം. അപ്പൊ ആ ഒരു ആത്മാർത്ഥതയോട് കൂടി തന്നെ 10th മെയിൻസിനായിട്ട് ഞാൻ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്രാഷ് കോഴ്സ് എന്ന് വെച്ചാൽ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ഒരു സിലബസ് കംപ്ലീഷൻ കോഴ്സ് ഒന്നും നമുക്കിനി പ്രാക്ടിക്കൽ അല്ല, അതായത് സിലബസ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞൊരു ക്രാഷ് കോഴ്സ് ഞാൻ തുടങ്ങുന്നത് വെറും വാക്കാണ്. അതൊരിക്കലും ഞാൻ സ്റ്റാർട്ട് ചെയ്യത്തുമില്ല ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സ്വാധീനം എത്രത്തോളമാണെന്ന്, നോൺ GK പോർഷൻസിന്റെ സ്വാധീനം എത്രത്തോളമാണെന്ന്, കറണ്ട് അഫയേഴ്സിന്റെ സ്വാധീനം എത്രത്തോളമാണെന്ന്. അപ്പം ഇതിനെ എല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഈ 10th മെയിൻസ് എക്സാം, മെയിനായിട്ട് സെക്രട്ടേറിയറ്റ് OA മെയിൻസ്, ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, ഈ 2 എക്സാമിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ക്രാഷ് കോഴ്സിന്റെ ഫീച്ചേഴ്സ് വരുന്നത്, ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ കൂടാണ് ഈ ഒരു കാര്യം ആദ്യമായിട്ട് പുറത്തു വിടുന്നത് തന്നെ. അപ്പം ഈ ക്രാഷ് കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രാഷ് കോഴ്സ് നമുക്കറിയാലോ ഇനിയിപ്പം മെയ് 21 സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാം ആണ്. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ.
അപ്പം നമുക്കറിയാം ഈ അടുത്തായിട്ട് 10th മെയിൻസിന്റെ എന്നും പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് എക്സാം കഴിഞ്ഞത് നമ്മുടെ LDC എക്സാം തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 10th മെയിൻസ് ബേസ് ചെയ്ത് നടന്ന ഒരു എക്സാം LDC എക്സാം തന്നെ. 14 ജില്ലകളിലായിട്ട് 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്ത് നടന്ന എക്സാം. അപ്പം ആ ഒരു എക്സാം പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് OA എക്സാമിന് മെയിൻ എഴുതുന്നവർക്കും ലാബ് അസിസ്റ്റന്റ് മെയിൻ എഴുതുന്നവർക്കും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അതായത് നമുക്ക് എല്ലാ സിലബസ് സെയിം ആണല്ലേ. സെക്രട്ടേറിയറ്റ് OA മെയിൻസിന്റെ സിലബസ് ആയാലും LD മെയിൻ സിലബസ് ആയാലും ലാബ് അസിസ്റ്റന്റ് മെയിൻ സിലബസ് ആയാലും എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചാലും അത് എല്ലാ സിലബസിലും ഒരുപോലെ കിടക്കുവാണല്ലേ. അപ്പൊ ഈ LDC മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും 100 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് ബേസ് ചെയ്ത് പഠിപ്പിക്കുമെന്നല്ല, അങ്ങനെ ഒരു കോഴ്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 10th മെയിൻസിന്റെ LDC മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സ്. അതേപോലെ അത് ക്രാഷ് കോഴ്സ് ആണ്. അപ്പം നമുക്കറിയാം ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ട് ഉള്ള പരിചയത്തില് ഇനി വരുന്ന എക്സാമിന് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് LDC മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. ഈ LDC മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് റിപ്പീറ്റ് അടിച്ച് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് OA മെയിൻസിനും ലാബ് അസിസ്റ്റന്റ് മെയിൻസിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് ടോപ്പിക് വൈസ് സ്റ്റഡി. അതിപ്പോ ന്യൂ SCERT ആ ഒരു ടോപ്പിക്ക് ന്യൂ SCERT വരുമെങ്കിൽ നമ്മൾ ന്യൂ SCERT പഠിക്കും, ഓൾഡ് SCERT ആണെങ്കിൽ ആ SCERT പഠിക്കും. അങ്ങനെ ആ ഒരു SCERTക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു GK പോർഷൻസ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ 10th മെയിൻസ് സിലബസിൽ ഒരു പ്രധാന ടോപ്പിക് 5 മാർക്കിന്റെ ഒരു പോർഷനാണ് സുപ്രധാന നിയമങ്ങൾ. അപ്പൊ അതിലെ നിയമങ്ങൾ നമുക്കറിയാം. അതിലെ ഗാർഹിക പീഡന നിരോധന നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, വിവരാവകാശ നിയമം, പോക്സോ ആക്ട്, ഇതെല്ലാം റിപ്പീറ്റ് അടിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഇതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കറിയാം അതേപോലെ ഹരിത വിപ്ലവം, നീതി ആയോഗ്, പുത്തൻ സാമ്പത്തിക നയം, എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഈ ഒരു ടോപ്പിക്സിനെയൊക്കെ, അതായത് നമുക്ക് ഒരു ഹോട്ട് ടോപ്പിക്സ് അല്ലെ 10th മെയിൻസിന്റെ അല്ലെങ്കിൽ LDC മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് എനിക്ക് ഹോട്ട് ടോപ്പിക് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ടോപ്പിക് ബേസ് ചെയ്തുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ തരുന്ന ഒരു ക്രാഷ് കോഴ്സ് ആയിരിക്കും അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. GK മാത്രമല്ല, നിങ്ങൾക്ക് ദിവസവും 5 മലയാളം PYQ, 5 മാത്സ് PYQ വിത്ത് സൊല്യൂഷൻ, 5 ഇംഗ്ലീഷ് PYQ, ഇങ്ങനെ 5 മാത്സ്, 5 മലയാളം, 5 ഇംഗ്ലീഷ്, അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ദിവസവും, അത് 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോൺ GK പോർഷൻ മാത്സ്, മലയാളം, ഇംഗ്ലീഷിൽ നിന്നും ആ ഒരു കോഴ്സിൽ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് തരുന്നതായിരിക്കും. മാത്സ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ തന്നെ ബോർഡിൽ എഴുതി പഠിപ്പിച്ചായിരിക്കും റെക്കോർഡ് ഇടുന്നത്. നമ്മുടെ ASM കോഴ്സിലുള്ളവർക്ക് അറിയാം, അവരെ ആ രീതിയിലാണ് ഞാൻ ക്ലാസ് സിലബസ് വൈസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, മാത്സും മലയാളം ഇംഗ്ലീഷും ഒക്കെ. അപ്പൊ അങ്ങനെ 15 PYQ മാത്സ്, മലയാളം, ഇംഗ്ലീഷിൽ നിന്ന് ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എക്സാം വരെ ഡെയിലി കിട്ടുന്നതായിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം 2024 ജനുവരി മുതൽ ഇനിയിപ്പോ നമുക്ക് മെയ്യിലാണ് സെക്രട്ടേറിയറ്റ് OA. അപ്പൊ നമുക്ക് ഏകദേശം ഒരു മാർച്ചൊക്കെ വരെയുള്ള കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് വേണം സെക്രട്ടേറിയറ്റ് OA എക്സാമിന് പോകേണ്ടത്. ഇപ്പം മാർച്ച് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവർക്കൊരു വിഷയമല്ല, എന്നാൽ പഠിക്കാത്ത ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവാത്ത ഒരുപാട് പേര് കാണും. അപ്പം മാർച്ച് 2024 ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കോഴ്സിലൂടെ പോകുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു കോഴ്സിൽ ചെയ്യാൻ പോകുന്നത്. 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് LDC മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GK പോർഷൻസിന്റെ അത് ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള ആ ഒരു GK പോർഷൻസിന്റെ റെക്കോർഡഡ് ക്ലാസ് പ്ലസ് PDF നോട്ട്സ് ആ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കിട്ടുന്നത് എന്താണ്? പിന്നെ 15 PYQ നോൺ GK പോർഷൻസിൽ നിന്നും മാത്സ്, മലയാളം, ഇംഗ്ലീഷിന്റെ 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഓരോന്നിന്നും 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാം ഈ ഇപ്പൊ ഒരു 10 ദിവസം ആകുമ്പം തന്നെ നിങ്ങൾ 10 × 5 50 മലയാളം PYQ പഠിക്കുകയാണ്, 50 ഇംഗ്ലീഷ് PYQ പഠിക്കുകയാണ്, 50 മാത്സ് PYQ പഠിക്കുകയാണ്. അത് വലിയൊരു ബെനിഫിറ്റ് ആണ് അല്ലെ. 10 ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ 5 എണ്ണം വെച്ച് ഒരു ദിവസം പഠിക്കാന്ന് ചെറുതായിട്ട് കാണണ്ട. 10 ദിവസം ആകുമ്പോൾ 50 എണ്ണം നമ്മൾ പഠിച്ചു തീർക്കുകയാണ് PYQ എന്നും പറഞ്ഞിട്ടല്ലേ. അപ്പൊ അത് ഒരു ചെറിയ കാര്യമല്ല. പിന്നെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് തോന്നുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മന്ത്ലി വൈസ് ഏറ്റവും ഇമ്പോർട്ടന്റ് എല്ലാ ഫാക്ട്സും ഞാൻ പറഞ്ഞാൽ, കാരണം ഇതൊരു ക്രാഷ് കോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദിക്കുമെന്ന് ഒരു 99% ഉറപ്പുള്ള കാര്യങ്ങളായിരിക്കും കറണ്ട് അഫയേഴ്സിലും നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ പഠിക്കുന്നത്.
അപ്പം ഒരുപാട് പേർക്കും 10th മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് പേർക്കും ഈ ഒരു ക്രാഷ് കോഴ്സ് കൊണ്ട് ഉപയോഗം ഉണ്ടാവും. ഞാനും നിങ്ങളോടൊപ്പം ഈ ഒരു 10th മെയിൻസിനായിട്ട് പഠിക്കുകയാണ്. ഞാനും പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ആത്മാർത്ഥത ഈ കോഴ്സിൽ നിങ്ങൾക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. 100% ആത്മാർത്ഥത പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ ഏപ്രിൽ 16 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലും കൂടുതൽ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം മെയ് 21 എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 16 നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം സെക്രട്ടേറിയറ്റ് ഓയർ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഏപ്രിൽ 16 ടു മെയ് 21 ഈ ഒരു കോഴ്സ് കിട്ടുക. ലാബ് അസിസ്റ്റന്റ് വരുന്നവർക്ക് അതും ഒരു മാസം കൂടെ കൂടുതൽ കാണും. അപ്പം ലാബ് അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് വരെ ആയിരിക്കും ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ലാബ് അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് ജൂൺ 21 അപ്പൊ ജൂൺ 21 വരെ ആയിരിക്കും ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി കോഴ്സ് ഫീ എന്ന് പറയുന്നത് 175 റുപ്പീസ് ആണ്. ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇനിയിപ്പോൾ 2.25 മാസത്തോളം വരുന്ന ഒരു ഡ്യൂറേഷൻ ആണല്ലോ ഈ ഒരു കോഴ്സിന്. അപ്പം ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യം ഞാൻ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞു. അപ്പം 175 റുപ്പീസ് ആണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ടോട്ടൽ കോഴ്സ് ഫീ ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. അപ്പം ജൂൺ 21 വരെ ഈ ഒരു കോഴ്സിന് ഡ്യൂറേഷനും കാണും. അപ്പൊ 10th മെയിൻസ് ക്വാളിഫൈ ചെയ്ത എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് വരിക. നമുക്ക് ഒത്തൊരുമിച്ച്, ഞാനും നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്ന ആളാണ്. അപ്പം അതിൻ്റെതായ ഒരു ആത്മാർത്ഥതയോട് കൂടിയായിരിക്കും ഞാൻ എന്ത് അതിനകത്ത് പഠിപ്പിച്ചാലും നോട്ട്സ് തരുമ്പോഴും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എന്തായാലും ആ ഒരു കോഴ്സിലേക്ക് 10th മെയിൻസ് എക്സാം നല്ല രീതിയിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും വരിക. നമുക്ക് ഒത്തൊരുമിച്ച് 10th മെയിൻസ് എക്സാമിന് വേണ്ടി പഠിച്ച് സെക്രട്ടേറിയറ്റ് ഓയ എക്സാമിന് ലാബ് അസിസ്റ്റന്റ് എക്സാമും ഒക്കെ നന്നായിട്ട് എഴുതാം. അപ്പോൾ ഓക്കെ, ഈ ഒരു കാര്യം കൂടെ പറയാനാണ് ഞാനിപ്പം ഞാൻ ഈ ഒരു പ്രിലിംസ് റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തെയാണ് ഈ ഒരു കാര്യം പറയാനായിട്ട്. നേരത്തെ എൻ്റെ ഐഡിയയിൽ ഉണ്ടായിരുന്നു ഇതുപോലൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാനും കൂടിയിട്ടാണ് ഇപ്പം വന്നത്. പിന്നെ എൻ്റെ റിസൾട്ട് അറിയിക്കാനും, 10th പ്രിലിംസിന്റെ റിസൾട്ട് അറിയിക്കാനും. ലാബ് അസിസ്റ്റന്റ് റിസൾട്ട് വന്നിട്ടില്ല, നാളെയെങ്ങാനും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതും എത്രയും പെട്ടെന്ന് വരട്ടെ. അപ്പൊ 10th പ്രിലിംസ് റിസൾട്ട് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നിങ്ങൾ ഒട്ടും തളരാതെ തന്നെ, അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇപ്പോൾ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെപ്രാളമായി കാണും. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടായിരുന്നു, നിങ്ങൾ എലിജിബിലിറ്റി ലിസ്റ്റിൽ കാത്തിരിക്കേണ്ട, പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു തുടങ്ങുക എന്ന്. പക്ഷെ ഇപ്പം പ്രതീക്ഷിക്കാതെ ഉൾപ്പെട്ട കുറേ പേർക്ക് ഇപ്പൊ വെപ്രാളമായി കാണും. ആരും വിഷമിക്കേണ്ട. ഈ ക്രാഷ് കോഴ്സിലും കൂടെ ചേരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വെപ്രാളത്തിനൊക്കെ ഒരു സമാധാനം കിട്ടും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. ബാക്കി നമ്മുടെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ആരതി അയാൻ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ കാണും. ടെലഗ്രാം ചാനൽ ലിങ്കും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് എല്ലാവരും എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം 175 റുപ്പീസേ ഉള്ളൂ ഈ ഒരു കോഴ്സിന് ഞാൻ ഈടാക്കുന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ.